വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു സവാനേൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ളൊരു ഹോൾ വീഡിയോ ആണ്. കുറച്ചിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ സവാനയിൽ നിന്നാണ് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. കുറച്ച് ഡ്രസ്സസ് ആണെങ്കിലും ഫോൺ കേസസ് ആണെങ്കിലും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ഇതിലിങ്ങനെ വീഡിയോ ആയി കാണിക്കാമെന്ന്. പിന്നെ വേറെ ഓരോ ആപ്പൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടി ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പം കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് മുന്നേ ഒക്കെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതിൽ കണ്ടുകൊണ്ടിരുന്നത്. എനിക്കറിയില്ല എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന്. പക്ഷെ ഇപ്പോൾ ഓക്കെ, വേറെ ആപ്പിൽ കിട്ടുന്ന പോലെ തന്നെ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്. അതിലെന്താണ് നമ്മള് പിന്നെ ഫോട്ടോയിൽ കാണുന്നത്, ലൈക്ക് ഓൺലൈനിൽ ആ സൈറ്റിൽ എന്താ കാണുന്നത് അത് സെയിം പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു 2 ഡ്രസ്സ് ഉണ്ട്. അതും കുറച്ച് ഫോൺ കേസസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഫോൺ കേസസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്നൊരു ചെറുങ്ങനൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് പിന്നെ ഓരോ ഡ്രസ്സായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ അത്ര ഹെവി ആയിട്ടൊന്നും മേക്കപ്പ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ഐബ്രോ ടച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ ജസ്റ്റ് ഒരു ബ്ലഷ് ഇടുന്നുണ്ട്. അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. ഇത് വീട്ടിൽ നിന്ന് ഒരുങ്ങുന്നതല്ലേ, ഒരു വീഡിയോന് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കുറേ മേക്കപ്പ് ഒന്നും ലെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഈ 2 ആംഗിൾ ലെങ്ത്ത് വരുന്ന ഈ 2 ഫ്രോക്കാണ് പെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു റാപ്പ് ആൻഡ് റൗണ്ട് മോഡലാണ്. ഇവിടെ ഇങ്ങനെ ഒരു സൈഡിലൊരു ചെറിയ ഹോൾ പോലെ ഉണ്ടാവും. അതിൽ കൂടെ നമ്മളൊരു ഇതിങ്ങനെ വലിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ബാക്കിലേക്കോ അല്ലെങ്കിൽ സൈഡിലേക്കോ ഇങ്ങനെ ആയിട്ട് നമുക്ക് ടൈ ചെയ്താൽ നല്ല ഭംഗിയായി കിടക്കും. ഇത് യൂഷ്വലി ഭയങ്കര ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇത് വെയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇന്നേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒരു റിങ്ങും ഈ ഒരു ഇയറിങ്ങുമാണ് ഞാൻ പെയർ ചെയ്തത്. പിന്നെ ഈ ബാഗുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു ഹീൽസും ഇട്ടിട്ടുണ്ട്. ഈ ഡ്രസ്സ് റാപ്പ് ആൻഡ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇന്നേഴ്സോ എന്തെങ്കിലും യൂസ് ചെയ്യണം. കാരണം ഇത് നടക്കുന്ന സമയത്ത് ഡ്രസ്സ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന ഈ ഡ്രസ്സാണ്. അപ്പോൾ സെക്കൻഡ് ഡ്രസ്സ് ഇതാണ്. ഈ 2 ഡ്രസ്സും ഫുൾ ലെങ്ത് അല്ല വരുന്നത്, ഒരു ആംഗിൾ ലെങ്ത്ത് വരെയാണ്. ഈ ഡ്രസ്സും ഭയങ്കര കംഫർട്ടബിളാണ് ഇടാൻ. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യാൻ പോകുന്ന ഒരു ഹെയർ ക്ലിപ്പ് ഇതാണ്. ഇതും ഒരു ചെറി റെഡ് കളറാണ് വരുന്നത്. ഇത് ബേസിക്കലി ഒരു ചെറി റെഡ് കളറാണ് ഈ ഡ്രസ്സ്. പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന സമയത്ത് കുറച്ചൊരു ലൈറ്റിൻ്റെ ഒരു ഡിഫറൻസ് കൊണ്ടാണ് തോന്നുന്നത്, കുറച്ചൊരു റെഡിഷ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ഡ്രസ്സിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ടെക്സ്ചേർഡാണ്. ലൈക്ക് അത് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഈ ബാഗുമാണ് പെയർ ചെയ്യുന്നത്. സ്ലീവ്സൊക്കെ കുറച്ചൊരു പഫി പോലത്തെ ഒരു സ്ലീവ്സാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത ഇയറിങ് ഇതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഫോൺ കേസസ് കാണിക്കാം. ഞാൻ ഫോണിലിട്ടിട്ടല്ല കാണിക്കുന്നത്, ജസ്റ്റ് കേസസ് ആയിട്ടാണ്. പക്ഷെ ഇത് ഭയങ്കര നല്ല കേസസാണ്. ഈ ഒരു കേസ് ഒരു ബേജ് കളറാണ് വരുന്നത്, പക്ഷേ ഫോണിൽ കാണുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത് ഒരു സിൽവർ കളറാണ് വരുന്നത്. ബാക്കിലൊരു മിറർ പോലെയൊക്കെ ഉണ്ട്. എനിക്ക് മിറർ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നൊരു ശീലമുണ്ട്. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിന് കിട്ടിയതാണ്. ഈ കേസസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുന്നുണ്ട് അറിയില്ല, പക്ഷേ ഫോണിൻ്റെ കൂടെ കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു ഭംഗിയുണ്ട്. അതുപോലെ നല്ല ക്വാളിറ്റിയും ഉണ്ട്. ഈ 4 കേസസാണ് ഞാൻ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്തത്.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഹാവ് എ നൈസ് ഡേ.